കർത്താവിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ളവർ, 2019 ഒക്ടോബർ 3 എനിക്കൊരിക്കലും മറക്കാനാവാത്തൊരു ദിവസമാണ്. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു വ്യക്തിയെ കാണാനും കേൾക്കാനും ഫോട്ടോ എടുക്കാനും എല്ലാം സൗകര്യം ലഭിച്ച ഒരു മനോഹരമായ ദിവസമായിരുന്നു അത്. ആരാണ് ഈ പ്രത്യേക വ്യക്തി? ഞാൻ കണ്ടത് ഫ്രാൻസിസ് പാപ്പായെയാണ്. എന്നാൽ ഏറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി, ആരാണ് എൻ്റെ അടുത്തിരിക്കുന്നത്? നോക്കിയപ്പോൾ ഒരു കന്യാസ്ത്രീ. ഏത് കന്യാസ്ത്രീ? മദർ തെരേസ. അയ്യോ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മദർ തെരേസയുടെ അടുത്തിരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന്. പക്ഷെ അങ്ങനെ സംഭവിച്ചത് സാധിച്ചു. മദർ തെരേസ ആണ് ഇരിക്കുന്നതെന്ന് പലരും ഗ്രഹിച്ചില്ല. ഇന്ന് പ്രശസ്തി ആർജിച്ച ആ മദർ തെരേസ അല്ല അന്ന് യാത്ര ചെയ്തത്, അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ലോകപ്രശസ്തനായ അമിതാഭ് ബച്ചൻ, സിനിമാ രംഗത്ത് വലിയ പ്രശസ്തി നേടിയ മഹാൻ, അദ്ദേഹം ഒരിക്കൽ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ തൊട്ടടുത്തിരുന്ന മനുഷ്യന് ആരാണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കുകയാണ്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. അവസാനം അമിതാഭ് ബച്ചൻ എഴുന്നേറ്റ് ഹസ്തദാനം നൽകി. ഐ ആം അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ, ഓ, അമിതാഭ് ബച്ചനാണോ അടുത്തിരിക്കുന്നത് എന്ന് അത്ഭുതപ്പെട്ട് പറയും, സന്തോഷമെന്ന് പറയും എന്നൊക്കെയാണ് അമിതാഭ് ബച്ചൻ കരുതിയത്. പക്ഷേ അങ്ങനെ ഒന്നുമല്ല സംഭവിച്ചത്. ഐ ആം അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞപ്പോൾ കൈ കൊടുത്തപ്പോൾ നമ്മുടെ ഈ മാന്യനും കൈ കൊടുത്ത് സന്തോഷം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ഏർപ്പെട്ടു. പക്ഷേ അവസാനം യാത്ര കഴിഞ്ഞ് അവർ ഓരോരുത്തരും തങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് പോകുമ്പോൾ അമിതാഭ് ബച്ചൻ കാർഡെടുത്ത് ഈ മാന്യനായ മനുഷ്യന് കൊടുത്തിട്ട് ഐ ആം അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തൻ്റെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തു. ആരായിരിക്കും മനുഷ്യൻ എന്നറിയാനായി അമിതാഭ് ബച്ചൻ കാർഡ് തിരിച്ച് നോക്കിയപ്പോൾ അത് സാക്ഷാൽ ടാറ്റ കമ്പനിയുടെ ഉടമസ്ഥനാണ്, സ്ഥാപകനാണ്. അമിതാഭ് വിചാരിച്ചു, അയ്യോ, എത്ര വലിയ മനുഷ്യൻ്റെ കൂടെയാണ് ഞാൻ യാത്ര ചെയ്തത്. ഇദ്ദേഹത്തിന് മുമ്പിൽ എനിക്ക് അഭിമാനിക്കാൻ എന്താണുള്ളത്? അങ്ങനത്തെ ഒരു യാത്രയെക്കുറിച്ച് പറയുകയാണ്. ഈ ക്രിസ്മസിന് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നവരാണ്. അമിതാഭ് ബച്ചനോ ഫ്രാൻസിസ് പാപ്പായോ മദർ തെരേസയോ ഒന്നുമല്ല. അവരെക്കാളൊക്കെ വലിയവരാണ് കടന്നു വരുന്നത് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവാണ്, ദൈവവും മനുഷ്യനുമായ യേശു. ആ യേശുവിൻ്റെ വിസിറ്റിംഗ് കാർഡിൽ ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതാണ്. അത് മാലാഖമാരത് വായിച്ചപ്പോൾ അത് പാട്ടായി രൂപാന്തരപ്പെട്ടു. അവർ പാടി, ഇതാ നിങ്ങൾക്കൊരു രക്ഷകൻ പിറന്നിരിക്കുന്നു, ദൈവപുത്രനായ യേശു ക്രിസ്തു. എൻ്റെ അടുത്തിരുന്ന മദർ തെരേസയെ ഞാൻ തിരിച്ചറിഞ്ഞു. അത് എൻ്റെ ഭാഗ്യമായിരുന്നു. എനിക്കൊരു വിശുദ്ധ സാന്നിധ്യമായിരുന്നു. തിരിച്ചറിഞ്ഞവർ ദൈവസാന്നിധ്യം അനുഭവിച്ചു. അല്ലാത്തവർക്ക് ഒന്നും കിട്ടിയില്ല. യോഹന്നാൻ ശ്ലീഹ ക്രിസ്മസിനെ സംബന്ധിച്ച് ഇങ്ങനെ എഴുതി, അവൻ ലോകത്തിലേക്ക് വന്നു, ലോകം അവനെ അറിഞ്ഞില്ല, അവനെ സ്വീകരിച്ചുമില്ല. നമ്മളാകട്ടെ തിരിച്ചറിയുകയാണ്, നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്ന യേശു ക്രിസ്തുവിനെ, ദിവ്യ പൈതലിനെ നമ്മൾ തിരിച്ചറിയുകയാണ്. നമ്മുടെ കൂടെ വന്ന് വസിക്കുവാനായിട്ട് ദൈവപുത്രരാകാനുള്ള കഴിവ് തരുന്ന
ആ ദിവ്യനാഥൻ നമ്മുടെ അടുത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമുക്കവിടുത്തെ സ്നേഹപൂർവ്വം സ്വീകരിക്കാം, ആരാധിക്കാം. ആ ആട്ടിടന്മാർ ചെയ്തതുപോലെ, പൂജരാജാക്കന്മാർ ചെയ്തതുപോലെ നമുക്കും ചെയ്യാം. എന്നെ സേവിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ സ്നേഹാശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളെയും എല്ലാം ദൈവത്തിലായ യേശു ദൈവപുത്രൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഹാപ്പി ക്രിസ്മസ് ടു എവരിബഡി.